പുതിയങ്ങാടി നേർച്ചന്റെ ഫസ്റ്റ് ദിവസം നമ്മൾ തിരൂരുണ്ടായിരുന്നേ. നെറ്റിപ്പെട്ടങ്ങ് കെട്ടിക്കാണ്ട് കുറെ ആനകളൊക്കെ ഉണ്ടായിരുന്നേ. ഇതിലുള്ള ഏത് ആനയാണെന്ന് അറിയില്ല. ലാസ്റ്റ് ദിവസം മൊത്തത്തിലാണ് പണിയാക്കി. പുതിയങ്ങാടി നേർച്ചന്റെ ഫസ്റ്റ് ദിവസം നമ്മൾ അവിടെ ഉണ്ടായപ്പോ അതൊന്ന് കാണാൻ നിന്നു. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി കണ്ടിട്ടാ. മുമ്പ് തന്നെ മെസ്സി ചക്രഷൂമ പോണു. ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. ചെണ്ടയും ബാൻഡും ഡാൻസും എന്തൊക്കെയുള്ളത് അതൊക്കെ ഉണ്ടിട്ടാ. ഇതൊക്കെ കണ്ടപ്പോ ഞാനൊന്ന് അത്ഭുതപ്പെട്ടു പോയി. ആദ്യമായിട്ട് കാണുന്നുണ്ടോന്ന് അറിയില്ല. ഈ ഒരു പരിപാടിയെ കുറെ ആൾക്കാർ അനുകൂലിക്കുന്നുണ്ട്, അതുപോലെ ഇതിനെ ശക്തമായ രീതിയിൽ എതിർക്കുന്നുണ്ടിട്ടാ. നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് കമന്റ് ഇടുന്നുണ്ട്. കാരണം കൂടെ കമന്റ് ഇട്ട് ബോധിപ്പിച്ചാൽ സന്തോഷമായി. ആനനെ അങ്ങനെ അടുത്തുനിന്ന് കാണാൻ പറ്റിയ സന്തോഷം അത് നമുക്കുണ്ടായിരുന്നു. അത് വേറെ കാര്യം. ഇത്രയും നല്ല രീതിയിൽ ആനനെ കാണാൻ പറ്റിയ ഇവൾക്ക് ഇതേ കൊണ്ടുവരുന്നത് നല്ല ചക്കരമുട്ടായി. ഈ ഒരു സാധനം കഴിച്ചിട്ട് കുറെ ആയി, അതുകൊണ്ട് അറിയില്ല, നല്ലൊരു ടേസ്റ്റ്. എന്തായാലും ആളുകൾ ജാതി മതം മറന്നുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ആഘോഷിക്കുമ്പോൾ ഒരു സന്തോഷം. അത് എന്തിന്റെ പേരിലായിക്കോട്ടെ, പേര് നമ്മൾ നോക്കണ്ട. അവിടെ ഒരു കാക്ക നൊസ്റ്റു മുട്ടയൊക്കെ വിൽക്കണേ. ആ കാക്കന്റെ അടുത്ത് കുറച്ച് കടിച്ചപ്പറിച്ചും പഞ്ചാര മുട്ടയൊക്കെ വാങ്ങിച്ചു. കുട്ടികൾക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ അതൊരു രസമാണ്. ഇവളുടെ വെളുപ്പ് കഴിക്കണില്ല, വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കണുള്ളൂ. ആന പോയതിനു ശേഷമുള്ള റിസൾട്ട് ആണ് ആ റോട്ടിൽ കണ്ടത്. കണ്ടപ്പോ ഓർമ്മ വന്നത് പുണ്യാല അഗർബന്ദീസിലെ ജയസൂര്യനെ കുറെ ചന്ദനത്തിരി ഉണ്ടാക്കാനുള്ള സാധനം ഉണ്ട്. എന്തായാലും ഫോട്ടോ എടുത്ത് വെച്ചു ജയസൂര്യക്ക് വിട്ടുകൊടുക്കാനേ.